ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അതുകൊണ്ട് അത്തരം ചർച്ചകളൊന്നും എന്നെ ബാധിക്കില്ല. ആരും അതിനോട് ചോദിക്കാനും വരില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, നന്ദിനിയുടെ കുടുംബത്തിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഭേദം തെരുവിൽ ഏതെങ്കിലും ഭിക്ഷക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്ന്. ഈ ഓണത്തിന് നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, അവർക്കൊപ്പം നിങ്ങളെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ എത്തിയിരിക്കും. ഇത് സൂര്യ പറയുന്നത്. എങ്കി നീ അതൊന്ന് നടത്തി കാണിക്ക്. അപ്പൊ നിന്നെ ഞങ്ങൾ സമ്മതിച്ചുതരാം. കാണാം നമുക്ക്. ഈ ഓണം എനിക്ക് സ്പെഷ്യലാ, നിങ്ങൾക്കും. പിന്നെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. അളിയനല്ല, ദൈവം വിചാരിച്ചാലേ അത് നടക്കില്ല. നമ്മുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാനേ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അങ്ങനെ പറഞ്ഞതായിരിക്കും. നിങ്ങൾ വാ, നമ്മുടെ ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ആ കുടുംബത്തിന്റെ ഓണം ഇല്ലാതാക്കാനും മമ്മിയുടെ മനസ്സിൽ മിക്കവാറും എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവും. അതെന്താണെന്ന് നമുക്ക് ചോദിക്കാം. എന്താ മോളെ, ഓണത്തിന്റെ കാര്യം ഏട്ടനോട് പറഞ്ഞോ? സമ്മതിച്ചോ? ഞാനത് പറഞ്ഞു. സാർ അത് കൊളാക്കി കയ്യിൽ തരുകയും ചെയ്തു. എന്തുപറ്റി? സാറ് വീട്ടുകാരോട് എല്ലാരോടും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാം, അവിടെ ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ തുടങ്ങിയ പുകച്ചില ഇവിടെ. ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയോ? പത്മ മാഡവും ഇന്ദ്രജ മാഡവും വേദ മാഡവും കൂടി പത്മ മാഡത്തിന്റെ തറവാട്ടിലേക്ക് പോകും.